നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിന്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ എഫ്ഐആർ ചുമത്താൻ CBIക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് അഭിഭാഷകരുടെ കത്ത്. ഹൈക്കോടതി ജഡ്ജിയുടെ വിദ്വേഷപരമായ പ്രസംഗം ജുഡീഷ്യറിയുടെ നിഷ്പക്ഷ സ്വഭാവത്തെ ഹനിക്കുന്നതാണെന്ന് 13 മുതിർന്ന അഭിഭാഷകർ ചേർന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് വെള്ളിയാഴ്ച നൽകിയ കത്തിൽ വ്യക്തമാക്കി. ഒരു മതസമൂഹത്തെ പരസ്യമായി അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ജഡ്ജി ശേഖർ കുമാർ യാദവ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വേദിയിൽ നടത്തിയ പ്രസംഗമെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജിമാരായ BR ഗവായി, സൂര്യകാന്ത്, ഋഷിഘോഷ് റോയ്, AS ഓക എന്നിവർക്കും കത്തിന്റെ പകർപ്പ് നൽകിയിട്ടുണ്ട്. 2024 ഡിസംബർ 8 വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവേ ഇന്ത്യ ഭൂരിപക്ഷ വിഭാഗത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചായും നയിക്കപ്പെടുക എന്ന് ശേഖർ യാദവ് പറഞ്ഞത് മുസ്ലിം സമുദായത്തെ രാജ്യത്തിന് ഹാനികരമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നു. രാജ്യത്തിന്റെ പുരോഗതി ആഗ്രഹിക്കാത്ത ആളുകളാണ് ഇവരെ ജാഗ്രതയോടെ കാണണം, ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി പറഞ്ഞു. പിന്നാലെ ശേഖർ കുമാർ യാദവിനെ ഇംപീച്ച് ചെയ്യണമെന്നും ജുഡീഷ്യൽ പ്രവർത്തനങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യം ഉന്നയിച്ചിരുന്നു. രാജ്യസഭ ഉൾപ്പെടെ ഇക്കാര്യം MP-മാർ ഉന്നയിച്ചിരുന്നു. ഏക വ്യക്തി നിയമം ഉൾപ്പെടെയുള്ളതിനെ വിദ്വേഷ പ്രസംഗത്തിനുള്ള മറയായാണ് ഹൈക്കോടതി ജഡ്ജി ഉപയോഗിച്ചതെന്ന് അഭിഭാഷകർ നൽകിയ കത്തിൽ കുറ്റപ്പെടുത്തുന്നു. ശേഖർ കുമാർ യാദവിന്റെ പരാമർശം സുപ്രീം കോടതി ഇതിനോടകം തന്നെ പരിഗണിക്കുകയും വിഷയത്തിൽ അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ സുപ്രീം കോടതി കൊളേജിയത്തിന് മുന്നിൽ ഡിസംബർ 17 ഹാജരായ ശേഖർ കുമാർ യാദവിനോട് കൊളേജിയം വിശദീകരണം തേടിയിരുന്നു. എന്നാൽ തന്റെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുകയും ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്നും ദ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു.